അങ്ങനെ കർണാടകയിൽ അധികാരമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള DK ശിവകുമാർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് DK ശിവകുമാറിലേക്ക് മുഖ്യമന്ത്രി പദം എത്തുന്നത്. 2023 കോൺഗ്രസ് വലിയ വിജയത്തോടു കൂടിയാണ് കർണാടകയിൽ അധികാരത്തിലെത്തിയത്. 136 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. അന്ന് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുമ്പോൾ DK ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദമാണ് കൊടുത്തത്. ഒപ്പം തന്നെ 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് നൽകുമെന്ന ഒരു വാക്കുമുണ്ടായിരുന്നു. അതിപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഹൈക്കമാൻഡ് പ്രാവർത്തികമാക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനകപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഏതാണ്ട് 1,22,000-ലധികം വോട്ടുകൾക്കാണ് DK ശിവകുമാർ വിജയിച്ചു വന്നത്. കർണാടക രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് DK ശിവകുമാർ. എന്തായാലും ഏറെ കാത്തിരിപ്പിനൊടുവിൽ DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുമ്പോൾ അദ്ദേഹം നന്ദി പറയേണ്ടത് ഹൈക്കമാൻഡിനോടല്ല, മറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ VD സതീശനോടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് ചില കാരണങ്ങളുമുണ്ട്. എന്തായാലും നമുക്ക് കർണാടകയിൽ 2023 സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ ആകെയുള്ള 136 കോൺഗ്രസ് MLA-മാരിൽ അന്ന് ബഹുഭൂരിപക്ഷവും ആവശ്യപ്പെട്ടത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകണം എന്നാണ്. എന്നാൽ DK ശിവകുമാർ അന്ന് PCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടുലമായ നീക്കങ്ങൾ, ഒപ്പം തന്നെ അന്നത്തെ BJP സർക്കാരിനെതിരെ നടത്തിയ അഴിമതി ആരോപണങ്ങൾ, പ്രചരണങ്ങൾ ഒക്കെ തന്നെയാണ് കോൺഗ്രസിനെ അന്ന് വലിയൊരു വിജയത്തോടു കൂടി ഭരണത്തിലേക്ക് എത്തിച്ചത്. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനാവശ്യമായ പണവും ചെലവുകളും എല്ലാം വഹിച്ചത് PCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള DK ശിവകുമാർ ആയിരുന്നു. അങ്ങനെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച് ചടുലമായ നീക്കങ്ങളോടുകൂടി സംഘടനാ സംവിധാനമൊക്കെ ശക്തിപ്പെടുത്തി വലിയൊരു വിജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചത് DK ശിവകുമാർ ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ അണികളെല്ലാം അത്തരത്തിൽ ഉള്ള ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള നേതാവ് മുഖ്യമന്ത്രിയാകണം, തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയാകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ അവിടെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിനായിരുന്നു കൂടുതൽ പിന്തുണ. അങ്ങനെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഹൈക്കമാൻഡ് നോക്കിയില്ല. DK ശിവകുമാറിന്റെ അവകാശവാദങ്ങൾ തൽക്കാലത്തേക്ക് ഹൈക്കമാൻഡ് തള്ളിക്കളഞ്ഞു. അന്ന് വാക്കാൽ കൊടുത്തിരുന്ന ഉറപ്പായിരുന്നു 2.5 വർഷം കഴിയുമ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന്. അന്ന് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പദം കൊടുക്കുകയും ചെയ്തു. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് നോക്കാം. ആകെ ഉള്ള 140 നിയമസഭാ സീറ്റുകളിൽ 102 സീറ്റുകൾ വിജയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറിയത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കേരളത്തിൽ UDF ഭരണത്തിലേക്ക് വന്നത്. നിയമസഭയുടെ പ്രചരണ കാലത്തൊക്കെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു. UDF-ന് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ തന്നെ പറഞ്ഞത്, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും, ആ വിഷയത്തിൽ തങ്ങൾക്ക് തർക്കങ്ങളൊന്നുമില്ല എന്നതായിരുന്നു. എന്നാൽ മെയ് 4-ന് ഫലപ്രഖ്യാപനം നടത്തി. ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് വലിയ വിജയം നേടുന്നു. 102 സീറ്റുകൾ UDF-ന് ലഭിച്ചു. അതിൽ 63 സീറ്റുകളും കോൺഗ്രസിനാണ് ലഭിച്ചത്. അന്നു മുതൽ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചകൾ ഏതാണ്ട് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. വിജയത്തിനു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള VD സതീശനൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്നീ മത്സരിച്ച് വിജയിച്ച MLA-മാർക്ക് പുറമെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദവുമായിട്ട് രംഗത്തെത്തി. അങ്ങനെ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായി. ഹൈക്കമാൻഡ് സാധാരണഗതിയിൽ നടത്തുന്നത് പോലെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞു. എന്നാൽ MLA-മാരുടെ യോഗത്തിൽ ഭൂരിപക്ഷം ലഭിച്ചത് KC വേണുഗോപാലിനായിരുന്നു. ഏതാണ്ട് 45ഓളം MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് KC വേണുഗോപാൽ അവകാശപ്പെട്ടത്. അങ്ങനെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ VD സതീശന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സംസ്ഥാന വ്യാപകമായിട്ട് രൂപപ്പെട്ടു. കാരണം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ പുതിയ യാത്ര നടത്തിയത് ഒക്കെ തന്നെ UDF-ന്റെ വലിയ വിജയത്തിന് കാരണമായി. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ജനങ്ങൾ UDF-നെ വിജയിപ്പിച്ചത്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിച്ചു. അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമുയർന്നു. UDF-ലെ മറ്റ് ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ
വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമുയർത്തി. മറുവശത്ത് പാർലമെന്ററി പാർട്ടിയിൽ തനിക്കുള്ള പിന്തുണ ചൂണ്ടിക്കാട്ടി കെ.സി. വേണുഗോപാലും വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ വിളിച്ച് കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കിയ ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആദ്യമായിട്ട് പാർലമെന്ററി പാർട്ടി തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വികാരം കൂടി മനസ്സിലാക്കി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് കെ.സി. വേണുഗോപാൽ പക്ഷം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചൊരു കാര്യമെന്ന് പറയുന്നത് 2023 സമാനമായ നില തന്നെയായിരുന്നു കർണാടകയിലും ഉണ്ടായത്. പക്ഷേ അന്ന് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ഇവിടെയും വേണ്ടത് എന്ന് വാദിച്ചു. പക്ഷേ അതിന് ഹൈക്കമാൻഡ് വഴങ്ങിയില്ല. ഇപ്പോൾ ഇതേ ഒരു കാര്യം തന്നെയാണ് ഡി.കെ. ശിവകുമാർ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വെക്കുന്നത്. കേരളത്തിലെ സാഹചര്യം, അവിടെ ഹൈക്കമാൻഡ് എന്താണ് തീരുമാനമെടുത്തത്, അത് തനിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിൽ ഡി.കെ. ശിവകുമാർ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ജനവികാരം നോക്കിക്കൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഹൈക്കമാൻഡ് തീരുമാനം അത് തനിക്കും ആ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നൊരാവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ജനങ്ങളുടെ പിന്തുണ തനിക്കാണ്. മാത്രവുമല്ല 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാക്കാമെന്ന വാഗ്ദാനം മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചപ്പോൾ അത് ഹൈക്കമാൻഡിനെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. കാരണം കേരളത്തിൽ ഇത്തരമൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ ഒരു ആവശ്യം ഡി.കെ. ശിവകുമാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും എന്നൊരു ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ദില്ലിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾ നടന്നത്. ആ ചർച്ചയിലാണ് സിദ്ധരാമയ്യ രാജിവെച്ചുകൊണ്ട് ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ 3 പേരും സിദ്ധരാമയ്യ അനുകൂലികളാകുമെന്നത് ഉറപ്പാണ്. തൻ്റെ മകനെ കൂടി ഉപമുഖ്യമന്ത്രിയാക്കണമെന്നൊരാവശ്യം സിദ്ധരാമയ്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല കർണാടക PCC അധ്യക്ഷ പദവിയിലേക്ക് തൻ്റെ ഒരാളെ നിയമിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സതീഷ് ജാർഗഹോളി ആയിരിക്കും കർണാടകയുടെ PCC അധ്യക്ഷനായിട്ട് വരിക. അങ്ങനെ മൊത്തത്തിൽ ഡി.കെ. ശിവകുമാറിനെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ പാർട്ടിയുടെയും ഒക്കെ തന്നെ നേതൃത്വം തനിക്ക് വേണമെന്നൊരാവശ്യം അദ്ദേഹം ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ നിർത്തുന്നതിനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുകയാണ്. മാത്രവുമല്ല ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച രാജ്യസഭാ സീറ്റ് എന്ന ഓഫർ സ്നേഹപൂർവ്വം സിദ്ധരാമയ്യ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലമില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അപ്പോൾ ലക്ഷ്യമിടുന്നത് വരുന്ന 2 വർഷങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അന്ന് കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും തനിക്ക് മുഖ്യമന്ത്രി പദത്തിനുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയും എന്ന് സിദ്ധരാമയ്യ കണക്ക് കൂട്ടുന്നുണ്ട്. ഹൈക്കമാൻഡും സമാനമായ രീതിയിൽ 2 വർഷത്തിനപ്പുറം നടക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം അതിൽ വിജയിച്ച് അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം കോൺഗ്രസ് ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. നേരത്തെ കർണാടകയിൽ ഭരണത്തിലുണ്ട്, തെലങ്കാന ഭരണമുണ്ട്, കൂടാതെ ഇപ്പോൾ കേരളത്തിൽ ഭരണം പിടിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ സഖ്യകക്ഷി ഭരണത്തിലാണ്. ഈ 4 സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസിന് ഭരണമുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. പിന്നെ ജാർഖണ്ഡിൽ സഖ്യകക്ഷി സർക്കാരുമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനം കൈവിടുന്നത് ഹൈക്കമാൻഡിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഉത്തരേന്ത്യയിൽ പൂർണ്ണമായും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 വർഷത്തിന് ശേഷം നടക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യം ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഡി.കെ. ശിവകുമാറിനെ പോലെയൊരു ജനകീയനായിട്ടുള്ള നേതാവിനെ ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രിയാക്കി അവരോധിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്.